ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ ബി.ജെ.പി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അത് പക്ഷേ തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളല്ല, അവിടെയും താരം ക്ഷേത്രങ്ങൾ തന്നെയാണ്. അതായത് നേതാവ് പറയുന്നത് 400 സീറ്റ് എന്ന പ്രഖ്യാപിത ലക്ഷ്യം ബി.ജെ.പിക്കും എൻ.ഡി.എക്കും കൈവരിക്കാനായാൽ മധുരയിൽ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രവും വാരണാസിയിലെ ഗ്യാൻവാപി മസ്ജിദിന് പകരം കാശി വിശ്വനാഥ ക്ഷേത്രവും നിർമ്മിക്കുമെന്നാണ്. ലോക്സഭയിൽ 300 സീറ്റുകൾ നേടിയതിന് പിന്നാലെയാണ് ബി.ജെ.പി അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം പണിതതെന്നും ഇപ്പോൾ കൃഷ്ണ ജന്മഭൂമിയും ബാബ വിശ്വനാഥ് മന്ദിറും പണിയാൻ ബി.ജെ.പി 400 സീറ്റുകളിൽ വിജയിക്കുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് 400 സീറ്റ് എന്ന് കോൺഗ്രസ് ചോദിക്കുമ്പോൾ 300 സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ രാമക്ഷേത്രം പണിതു, ഇപ്പോൾ 400 സീറ്റ് കിട്ടുമ്പോൾ കൃഷ്ണ ജന്മഭൂമിയും ഗ്യാൻവാപി മസ്ജിദിന് പകരം ബാബ വിശ്വനാഥ് മന്ദിറും പണിയുമെന്നുമാണ് ഞങ്ങൾക്ക് മറുപടി പറയാനുള്ളത്. കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ പാക് അധിനിവേശ കശ്മീർ വിഷയത്തിൽ പാർലമെന്റിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഡൽഹിയിലെ ലക്ഷ്മി നഗറിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് നേതാവ് ഇത്തരം വാഗ്ദാനങ്ങളുമായി എത്തിയത്. അതേസമയം ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന മറ്റൊരു റാലിയെ അഭിസംബോധന ചെയ്യവേ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ആവശ്യമാണെന്നും രാജ്യത്ത് എല്ലാവരും തുല്യരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു ഹിന്ദുവിന് ഒരു ഭാര്യയെ മാത്രമേ അനുവദിക്കൂ എങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളിൽപ്പെട്ടവർക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുന്നത്? അതിനാൽ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ആവശ്യമാണ്. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നും അവർ മതപരമായ സംവരണം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അസം മുഖ്യമന്ത്രി ആരോപിച്ചു. ബി.ജെ.പി അല്ല ഭരണഘടനയെ നേർപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പലപ്പോഴും മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ ഭരണഘടനയുടെ യഥാർത്ഥ കരട് രേഖയിൽ മതേതരത്വം എന്ന വാക്ക് പരാമർശിച്ചിട്ടില്ല എന്നും നേതാവ് തുറന്നടിച്ചു. അതേസമയം അസമിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളൊഴികെ ബാക്കി എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും താൻ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുകയാണ് അസം മുഖ്യമന്ത്രി. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് നേതാവിന്റെ വാദം. അസമിലെ 14-ൽ 13-ലും ബി.ജെ.പിയും സഖ്യകക്ഷിയും വിജയിക്കുമെന്നും ഹിമന്ത പറയുന്നുണ്ട്. 2019-ൽ ബി.ജെ.പി 9 സീറ്റുകളിലാണ് വിജയിച്ചത്. കോൺഗ്രസ് 3 സീറ്റുകളിലും വിജയിച്ചു. AIUDF 1 സീറ്റിലും 1 സീറ്റിൽ സ്വതന്ത്രരും വിജയിച്ചു. അതേസമയം 8 വർഷത്തിനുള്ളിൽ അസമിലെ എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കോൺഗ്രസ് വിട്ടുപോകുമെന്ന് അസം മുഖ്യമന്ത്രി ദിവസങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് 2026ഓടെ എല്ലാ ഹിന്ദുക്കളും 2039ഓടെ എല്ലാ മുസ്ലിങ്ങളും കോൺഗ്രസ് വിടും. വരും ദിവസങ്ങളിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ചേക്കേറുമെന്നും നേതാവെന്ന് തറപ്പിച്ചു പറഞ്ഞിരുന്നു.